തിരുവനന്തപുരത്ത് കുട്ടികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നത് വീട്ടിൽ അറിയിച്ചതിന് +2 വിദ്യാർത്ഥിയെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പരാതി. പൂവച്ചൽ ഉണ്ടപ്പാറ സ്വദേശിയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമുണ്ടായത്. കുട്ടി നിലവിളിച്ചതോടെ വണ്ടിയിലെത്തിയവർ കടന്നുകളയുകയായിരുന്നു. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഇതെന്താണ് സംഭവിച്ചത്? ഉന്മേഷ്, ഗുരുതരമായ ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. അത് മാസങ്ങൾക്ക് മുൻപ് 6 മാസം മുൻപ് സ്കൂളിൽ ലഹരി ഉപയോഗിക്കുന്ന 10 കുട്ടികളുടെ പേര് ഫഹദ് അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് പിന്നീട് വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇതിനെ തുടർന്ന് ഇന്ന് ഈ കുട്ടിയെ പൂവച്ചൽ ഉണ്ടപ്പാറ സ്വദേശിയായ ഫഹദിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പരാതി. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അന്ന് ഈ 6 മാസം മുൻപ് ഫഹദിന് നേരെ ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും വീട്ടുകാർ മുൻകരുതൽ എടുത്തതിനാൽ മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അതിന് പിന്നാലെയാണ് ഇന്ന് പൂവച്ചൽ ആലമുക്ക് ജംഗ്ഷനിൽ വെച്ച് ഫഹദിനെ മർദ്ദിക്കാനും കാറിൽ കയറ്റിക്കൊണ്ടുപോകാനും ശ്രമം ഉണ്ടായത്. ഫഹദ് നിലവിളിച്ചതോടെ വണ്ടിയിലെത്തിയവർ രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. ഈ വിഷയത്തിൽ കാട്ടാക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്ന് ലഹരി ഉപയോഗിച്ചതായി പറയപ്പെടുന്ന കുട്ടികളുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് കാറിൽ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസിന് ലഭിച്ച മൊഴി. ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ്. കാരണം കാറിൽ 6 പേർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം. നിലവിൽ ആരെയും അറസ്റ്റും ചെയ്തിട്ടില്ല. വലിയ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാം എന്നുള്ളതാണ് പോലീസിന്റെ ആലോചന. ഉന്മേഷ്, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.